കിനാക്കൂടുമാ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ. കിനാക്കൂടുമായി മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ. തളരുന്ന നേരം കരുത്തേകുവാൻ ആദയമായി പൊഴിയും ദൈവസ്നേഹത്തിൻ ജീവാമൃതം. ആത്മയുഗത്തിൻ കൃപയായൊഴുകും അൾത്താരയിൽ മുറിഞ്ഞു പകരും. ആത്മയുഗത്തിൻ കൃപയായൊഴുകും വിശ്വസ്നേഹത്തിൻ്റെ അമൃതം. വിമല ഹൃദയത്തിലലിവുള്ളൊരമ്മേ മാതാവേ. അമ്മേ വിമല ഹൃദയത്തിലലിവുള്ളൊരമ്മേ മാതാവേ. എൻ്റെ ദുഃഖങ്ങളാം നീറും സഹനങ്ങളിൽ നിത്യസഹായം തരുന്നൊരമ്മേ. എൻ്റെ ദുഃഖങ്ങളാം നീറും സഹനങ്ങളിൽ നിത്യസഹായം തരുന്നൊരമ്മേ. അമ്മേ വിമല ഹൃദയത്തിലലിവുള്ളൊരമ്മേ മാതാവേ. ഒന്നു കാണാൻ ആ സാന്നിധ്യം അരികിൽ വന്നണയാൻ. എൻ ഹൃദയം എന്നോ കൊതിച്ചു ആ ദിവ്യ സ്നേഹത്തിനായി. എൻ്റെ സ്വപ്നത്തിലെന്നമ്മ വന്നു എൻ്റെ കുഞ്ഞേ എന്നു വിളിച്ചു. എന്നുള്ളം സ്നേഹാദ്രമായി എന്നമ്മേ ഞാൻ വിളി കേട്ടു. എന്നുള്ളം സ്നേഹാർദ്രമായി എന്നമ്മേ ഞാൻ വിളി കേട്ടു. അമ്മേ വിമല ഹൃദയത്തിലലിവുള്ളൊരമ്മേ മാതാവേ.
കയ്യിൽ ജപമാലയുമായി എന്നും കാണും അൾത്താരമുൻപിൽ ആദിവ്യരൂപത്തിലായി എൻ്റെ മിഴിനീർ കണങ്ങൾ പൊഴിഞ്ഞാൽ ഏറെ ഹൃദയത്തിൽ വ്യസനിക്കുമമ്മേ. എന്നുള്ളം കണ്ടറിഞ്ഞോ, എന്നെ വാരിപ്പുണർന്നനുഗ്രഹിച്ചു. എന്നുള്ളം കണ്ടറിഞ്ഞോ, എന്നെ വാരിപ്പുണർന്നനുഗ്രഹിച്ചു. അമ്മേ, വിമല ഹൃദയത്തിലലിവുള്ളൊരമ്മേ, മാതാവേ. അമ്മേ, വിമല ഹൃദയത്തിലലിവുള്ളൊരമ്മേ, മാതാവേ. എൻ്റെ ദുഃഖങ്ങളാം നീറും സഹനങ്ങളിൽ നിത്യസഹായം തരുന്നൊരമ്മേ. എൻ്റെ ദുഃഖങ്ങളാം നീറും സഹനങ്ങളിൽ നിത്യസഹായം തരുന്നൊരമ്മേ. അമ്മേ, വിമല ഹൃദയത്തിലലിവുള്ളൊരമ്മേ, മാതാവേ, മാതാവേ. ശാലോം പ്രേക്ഷകരായ എല്ലാവർക്കും ദൈവത്തിൻ്റെ സമാധാനവും കൃപയും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. 70 വയസ്സുള്ള ഒരു റിട്ടയർഡ് കണക്കധ്യാപകൻ ഒരിക്കൽ ആശുപത്രിയിൽ കിടന്നതിന് ശേഷം ഡിസ്ചാർജ് ചെയ്തപ്പോൾ കിട്ടിയ ബില്ലിലേക്ക് ഒന്ന് നോക്കി. അതിനകത്ത് അദ്ദേഹം കണ്ടു ഓക്സിജൻ 300 രൂപ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. പെട്ടെന്ന് അദ്ദേഹം ചിന്തിച്ച് എന്താണ് ഓക്സിജൻ 300 രൂപ? അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി 2 ദിവസം ICUയിൽ കിടന്നിരുന്നു, അതിൻ്റെ ചാർജാണ്. അപ്പോൾ ഒരു ദിവസം 150 രൂപ വെച്ച് 300 രൂപ ആണ് ഈടാക്കിയിരിക്കുന്നത്. കണക്കധ്യാപകനായിരുന്നുകൊണ്ട് അദ്ദേഹം പെട്ടെന്ന് കണക്ക് കൂട്ടി തൻ്റെ ജീവിതം അദ്ദേഹം പുറകോട്ടൊന്ന് നോക്കി. അദ്ദേഹം 70 കൊല്ലക്കാലം ഇവിടെ ജീവിച്ചു. ആ കണക്കനുസരിച്ച് അദ്ദേഹം 25,550 ദിവസം ജീവിച്ചിട്ടുണ്ട്. 150 രൂപ വെച്ച് കണക്കാക്കുകയാണെങ്കിൽ ഏതാണ്ട് 3,86,000 രൂപ അദ്ദേഹം കാശായിട്ട് കൊടുക്കണം. ആർക്കാണ് കൊടുക്കേണ്ടത്? ദൈവത്തിനാണ് കൊടുക്കുകയാണെങ്കിൽ കൊടുക്കേണ്ടത്. പക്ഷെ ഒരു പൈസ പോലും താനിതുവരെ ശ്വസിച്ചതിൻ്റെ പേരിൽ, വായു ഉൾക്കൊണ്ടതിൻ്റെ പേരിൽ കൊടുത്തിട്ടില്ല. അപ്പം അദ്ദേഹത്തിന് തോന്നി തനിക്കെന്തെല്ലാം ദൈവം ദാനമായി സമ്മാനമായി നൽകിയിട്ടുണ്ട് ജീവിതത്തിൽ. തൻ്റെ ജീവനും ജീവിതവും എല്ലാം ദൈവത്തിൻ്റെ ദാനമാണല്ലോ എന്നോർത്ത് അദ്ദേഹം നന്ദി പറയാൻ തുടങ്ങിയതായിട്ട് ഞാൻ വായിച്ചത് ഓർക്കുകയാണ്. നമ്മൾ അടിസ്ഥാനപരമായിട്ട് ഓർക്കേണ്ടത് നമ്മളുടെ ജീവനും ജീവിതവും, നമ്മുടെ സമ്പത്തും സൗകര്യങ്ങളും, നമ്മുടെ കുടുംബവും കുടുംബാംഗങ്ങളും, നമ്മുടെ ജോലിയും, നമുക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ഈ ദാനബോധമാണ് നമ്മൾ നിരന്തരം പുലർത്തേണ്ടത്. ജീവിതം എന്ന് പറയുന്ന ഒരു വീട്ടാക്കടമാണ്. ആ കടം നമ്മൾ ദൈവത്തിൽ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത്. ബൈബിളിൽ ജ്ഞാനത്തിൻ്റെ പുസ്തകം 15:8 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. അവിടെ പറയുകയാണ്, അല്പകാലം മുമ്പ് മണ്ണിൽ നിന്നെടുക്കപ്പെട്ടവനും അല്പകാലം കഴിയുമ്പോൾ ദാതാവ് ആവശ്യപ്പെടുമ്പോൾ തനിക്ക് കടമായി ലഭിച്ച ആത്മാവിനെ തിരികെ ഏൽപ്പിച്ചിട്ട് അതേ മണ്ണിലേക്ക് മടങ്ങേണ്ടവനാണ് മനുഷ്യൻ. എത്രയോ ചിന്തോദ്ദീപകമായ വചനമാണ്. ദൈവം ദാനമായി കടമായി നൽകിയ ഈ ജീവിതം തിരികെ ഏൽപ്പിച്ചിട്ട് ദൈവത്തിലേക്ക് തന്നെ തിരിച്ചു പോകേണ്ടവനാണ് മനുഷ്യൻ എന്നുള്ള യാഥാർത്ഥ്യം എല്ലാ മനുഷ്യരും ഓർക്കേണ്ടതാണ്. കാരണം നമുക്കൊരു ജീവിതമേ ഉള്ളൂ. നമുക്കറിയാം, പരീക്ഷയിൽ തോറ്റു കഴിഞ്ഞാൽ ഒരു വിദ്യാർത്ഥിക്ക് വീണ്ടും പരീക്ഷ എഴുതാൻ സാധിക്കും. ഒരു കൃഷിക്കാരന് കൃഷി ചെയ്തിട്ട് കൃഷി പിഴച്ചു പോയി കഴിഞ്ഞാൽ രണ്ടാമത് കൃഷി ചെയ്ത് ശരിയാക്കാൻ സാധിക്കും.
ഒരു വീട്ടമ്മ കറി വയ്ക്കുമ്പോൾ കറി കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അത് രണ്ടാമത് പരിഹരിക്കാൻ സാധിക്കും. ഇപ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന പരാജയങ്ങളും തകർച്ചകളും ഒക്കെ പരിഹരിക്കാൻ സാധിക്കും. എന്നാൽ ജീവിതം ആകപ്പാടെ തകർന്നു പോയാൽ അത് വീണ്ടും ശരിയാക്കാനാവില്ല. കാരണം നമുക്ക് ഒരു ജീവിതമേ ഉള്ളൂ എന്നുള്ളതാണ് സത്യം. ഇന്ന് അനേകം ആളുകൾ, പ്രത്യേകിച്ച് ക്രൈസ്തവർ, തങ്ങളുടെ ജീവിതത്തിൻ്റെ മഹത്വം, ജീവിതമാകുന്ന ക്രിസ്തീയ ജീവിതമാകുന്ന ദാനത്തിൻ്റെ ശ്രേഷ്ഠത പലപ്പോഴും മനസ്സിലാക്കാതെ പോവുകയാണ്. സമറിയക്കാരി സ്ത്രീയോട് കർത്താവായ യേശു പറഞ്ഞു, യോഹന്നാൻ്റെ സുവിശേഷം 4:10 നമ്മൾ വായിക്കുന്നുണ്ട്, നീ ദൈവത്തിൻ്റെ ദാനം എന്തെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നീ പണ്ടേ തന്നെ വ്യത്യസ്തയാകുമായിരുന്നു. നീ പാപത്തിൻ്റെ വഴികളിലൂടെ പോകുകയില്ലായിരുന്നു. നീ സുഖസന്തോഷങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുകയില്ലായിരുന്നു. നീ നിൻ്റെ ആസക്തികളെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ജീവിതം തുടരുകയില്ലായിരുന്നു. ഇതാണ് കർത്താവായ ഈശോ അനുസ്മരിപ്പിക്കുന്നത്. നാം ഓർക്കേണ്ട ഒരു കാര്യം, മനുഷ്യൻ്റെ ഏറ്റവും വലിയ പാപം മറവിയാണ്. ദൈവം ചെയ്ത കാര്യങ്ങൾ, ദൈവം ഇടപെടുന്ന അവസരങ്ങളെല്ലാം മനുഷ്യൻ മറന്നുപോവുകയാണ്. അതുകൊണ്ടാണ് സങ്കീർത്തകൻ 103:2 പറയുന്നത്, എൻ്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക, അവിടുത്തെ അനുഗ്രഹങ്ങൾ മറക്കരുത്. നമ്മൾ പാപം ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ, ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള വൻ കാര്യങ്ങൾ എല്ലാം മറന്നുപോവുകയാണ് ചെയ്യുന്നത്. പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെല്ലാം ഓർത്തുകൊണ്ട് നിരന്തരം നന്ദി പറഞ്ഞവളാണ്. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ എൻ്റെ ചിത്തം ആനന്ദിക്കുന്നു. മറിയത്തിൻ്റെ ജീവിതം മുഴുവൻ ഒരു സ്തോത്രഗീതമായിരുന്നു. കാരണം ദൈവം ചെയ്ത കാര്യങ്ങൾ എപ്പോഴും ഓർത്തുകൊണ്ട് അവയെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ടാണ് കന്യാമറിയം ജീവിച്ചത്. നമ്മൾ ബൈബിളിലേക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയും, ആരെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ മറന്നുപോയിട്ടുണ്ടോ അവരെല്ലാം പാപത്തിലേക്ക് നിബന്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. നമുക്കറിയാം, ദാവീദ് ദൈവത്താൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട, അഭിഷേകം ചെയ്യപ്പെട്ട വ്യക്തിയാണ്. പക്ഷേ ഒരു ദുർബല നിമിഷത്തിൽ ആസക്തികളാൽ നയിക്കപ്പെട്ട് ദൈവം നൽകിയ വലിയ അഭിഷേകം, തിരഞ്ഞെടുപ്പ്, വിളി, നിയോഗം മറന്നുപോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പാപത്തിലേക്ക് വീഴുകയാണ്. ദാവീദിൻ്റെ മുൻഗാമിയായ സൗള് ഇസ്രായേലിലെ ആദ്യത്തെ രാജാവാണ്. അദ്ദേഹം അഭിഷേകം ചെയ്യപ്പെട്ട വ്യക്തിയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് അദ്ദേഹത്തിൽ ശക്തമായി പ്രവർത്തിച്ചിരുന്ന ഒരവസരമുണ്ടായിരുന്നു. പക്ഷേ അനുസരണക്കേട് കാണിച്ച്, അവിശ്വസ്തത കാണിച്ച് അദ്ദേഹം പാപം ചെയ്തു. എപ്പോഴാണ് ദൈവത്തിൻ്റെ ഇടപെടൽ, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ, ദൈവം വഴി നടത്തിയ അത്ഭുതകരമായ വഴികൾ വിസ്മരിച്ചപ്പോഴാണ് പാപത്തിലേക്ക് വീണത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് പാപം മനുഷ്യനെ മറവിയിലേക്ക് നയിക്കുകയാണ്, അല്ലെങ്കിൽ മറവി ഉണ്ടാകുമ്പോൾ പാപമുണ്ടാകുകയാണ്. സോളമൻ അതിപ്രഗത്ഭനായ രാജാവായിരുന്നു. ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയായി മാറി. ദൈവത്തിന് വേണ്ടി സോളമൻ ദേവാലയം പണിയിച്ചു, ദൈവത്തിൻ്റെ മഹത്വം അവിടെ ദർശിച്ചു. പക്ഷേ അവസാന കാലത്ത് വിജാതീയ സ്ത്രീകളെ പ്രേമിച്ച് ആസക്തികളാൽ നയിക്കപ്പെട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ അദ്ദേഹം മറന്നുപോയി. അങ്ങനെ പാപത്തിൽ വീഴാനിടയായി. നമ്മൾ ജീവിതത്തിൽ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ വിസ്മരിക്കുമ്പോഴാണ് പാപം ചെയ്യുന്നത് എന്നുള്ള സത്യം നാം ഓർക്കേണ്ടതാണ്. ദൈവം എത്രയോ വലിയ അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയിരിക്കുന്നു, ആത്മീയവും ഭൗതികവുമായ എത്രയോ അനുഗ്രഹങ്ങൾ. നമുക്കറിയാം, ഒരു അന്ധൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? ഒന്ന് കാണുക. ബധിരനായൊരു വ്യക്തി ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഒന്ന് കേൾക്കുക. മൂകനായൊരു വ്യക്തി ഏറ്റവും അധികം ദാഹിക്കുന്ന ഒന്ന് സംസാരിക്കാൻ കഴിയുക എന്നുള്ളതാണ്. വിശപ്പ് കൊണ്ട് പൊരിയുന്ന, വലയുന്ന ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്നത് ഒരു നേരത്തെ ഭക്ഷണം കിട്ടുക. വികലാംഗനായ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് നടക്കാൻ സാധിക്കുക. എന്നാൽ ഇതുപോലുള്ള കാര്യങ്ങളിലൊന്നും പരാജയമില്ലാത്തവരാണ് അധികം ആളുകളും. വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പോരായ്മകളോ കുറവുകളുള്ളൂ. പക്ഷേ തികവുണ്ടായിട്ട്, അനുഗ്രഹങ്ങളുണ്ടായിട്ട് നമ്മൾ ദൈവത്തെ ഓർക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. പലരും വലിയ രോഗശാന്തി കാണുമ്പോൾ അത്ഭുതപ്പെടാറുണ്ട്. വലിയ മാരകമായ ക്യാൻസർ രോഗം പിടിപെട്ട് കഴിയുമ്പോൾ പ്രാർത്ഥിക്കുന്നു, ദൈവം ഇടപെടുന്നു, അത്ഭുതങ്ങൾ സംഭവിക്കുന്നു, ക്യാൻസർ പൂർണ്ണമായി മാറുന്നു. ഉടനെ അവർ ദൈവത്തിൻ്റെ മുമ്പിൽ വിസ്മയത്തോടെ പ്രാർത്ഥിക്കുന്നു, ദൈവമേ നന്ദി, ദൈവമേ സ്തുതി.
എന്നാൽ ക്യാൻസർ വരാതെ നമുക്ക് ആരോഗ്യം നൽകുന്ന ദൈവത്തെ ഓർത്ത് നമുക്ക് അത്രയും നന്ദി പറയാൻ കഴിയുന്നില്ല. പ്രശ്നങ്ങൾ വന്ന് അതിൽ നിന്ന് രക്ഷപ്പെടുമ്പോഴാണ് ദൈവത്തെ ഓർക്കുന്നത്. അപ്പോൾ പ്രശ്നങ്ങളിൽ നമ്മളെ കാത്തു സൂക്ഷിക്കുമ്പോൾ, പ്രതിസന്ധികളിൽ പെടാതെ വരുമ്പോൾ, അപകടങ്ങളിൽ പെടാതെ ദൈവം കാത്തു സൂക്ഷിക്കുമ്പോൾ അതിനുവേണ്ടി ഒന്നുകൂടി തീക്ഷ്ണതയോടെ നന്ദി പറയേണ്ടതല്ലേ എന്ന് നാം ഓർക്കേണ്ടതാണ്. റിയോ ഒളിമ്പിക്സിൽ നമുക്കറിയാം, അനേകം ആളുകൾ ദൈവത്തിൻ്റെ ഇടപെടലാണ്, ദൈവത്തിൻ്റെ ദാനമാണ് തങ്ങളുടെ വിജയത്തിന് പിന്നിലുള്ളതെന്ന് ഏറ്റുപറഞ്ഞവരാണ്. ഞാൻ ഓർക്കുകയാണ്, അവസാന ദിവസങ്ങളിൽ ബ്രസീലാണ് ഫുട്ബോളിന് ഗോൾഡ് മെഡൽ നേടിയത്. ആ ടീമിനെ നയിച്ച ക്യാപ്റ്റൻ നെയ്മർ എന്ന് പറയുന്ന യുവാവ്, അദ്ദേഹം തൻ്റെ തലയിൽ ഒരു റിബൺ അല്ലെങ്കിൽ ഒരു ബാൻഡ് കെട്ടിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പത്രങ്ങളിലൊക്കെ ആ പടം വന്നതാണ്. അതിലെഴുതിയിരുന്ന ഇതാണ്, 100% ജീസസ്, 100% യേശു എന്ന് പറഞ്ഞാൽ തൻ്റെ വിജയത്തിന്, തൻ്റെ നേട്ടത്തിന് മുഴുവൻ ക്രെഡിറ്റും യേശുവിനാണ് നൽകേണ്ടത്. അങ്ങനെ ലോകത്തിന് മുമ്പിൽ ഈശോയെ അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്. ഈശോയുടെ ദാനമാണ് ഈ വിജയമെന്ന് ഉറക്കെ ഉദ്ഘോഷിക്കുകയാണ് ആ ചെറുപ്പക്കാരൻ. അതുപോലെ തന്നെ അമേരിക്കക്കാരി 19കാരിയായ കാത്തി ലിഡേക്കി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, നീന്തലിൽ 3 സ്വർണ്ണ മെഡൽ നേടി. അവൾ തന്നെ ലോകത്തോട് പറഞ്ഞ ഒരു കാര്യം, ഞാൻ നീന്താൻ ഇറങ്ങുന്നതിന് മുമ്പ് 2 നന്മ നിറഞ്ഞ മറിയം ചൊല്ലി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് നീന്തൽ ആരംഭിക്കുന്നത്. നന്മ നിറഞ്ഞ മറിയം എനിക്ക് വലിയ ധൈര്യം, പ്രത്യാശ, സമാധാനം നൽകുന്നു എന്നവൾ പറയുകയുണ്ടായി. അവളും തൻ്റെ കഴിവ്, നേട്ടം ദൈവം നൽകിയതാണ്. കർത്താവായ ഈശോയുടെ മാതാവിലൂടെ അവൾ നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ഓട്ടത്തിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ വ്യക്തിയാണ് ഉസൈൻ ബോൾട്ട്. അദ്ദേഹം 3 ഒളിമ്പിക്സിലായി 9 സ്വർണ്ണ മെഡലുകൾ നേടിയുണ്ടായി. അദ്ദേഹം ഓരോ പ്രാവശ്യം ഓട്ടക്കളത്തിൽ ഓടുമ്പോഴും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്ന് പ്രാർത്ഥിച്ച ശേഷമാണ് ഓടുന്നതെന്ന് കാഴ്ചക്കാർക്കെല്ലാം കാണാൻ കഴിയും. ഓട്ടം അവസാനിപ്പിച്ച് വിജയിച്ചു കഴിയുമ്പോൾ ആകാശത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി ദൈവത്തിന് നന്ദി പറയുന്നതും പ്രേക്ഷകർക്ക് കാണാൻ കഴിയും. അദ്ദേഹം തൻ്റെ വിജയത്തിൻ്റെ ഒരു രഹസ്യമായിട്ട് പറഞ്ഞത്, താൻ എപ്പോഴും ധരിക്കുന്ന ഒരു മെഡലുണ്ട്, മിറാക്കുലസ് മെഡൽ ഓഫ് അവർ ലേഡി, പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ അത്ഭുതകരമായ ഒരു മെഡൽ അദ്ദേഹം എപ്പോഴും ധരിക്കാറുണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ടാവും, എം എന്നുള്ള അക്ഷരമൊക്കെ എഴുതിയ ഒരു മെഡൽ. അതിൻ്റെ ഒരു വശത്ത് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ പടമുണ്ട്, മറുവശത്ത് മറിയത്തിൻ്റെ വിമലഹൃദയത്തിൻ്റെ പടമുണ്ട്. അപ്പം മറിയത്തിൻ്റെ മാധ്യസ്ഥ ശക്തി കൂടിയാണ് തനിക്ക് വിജയം നേടാൻ കഴിഞ്ഞതെന്ന് അദ്ദേഹം ഏറ്റുപറയുകയാണ്. ഇങ്ങനെ എത്രയോ കായിക താരങ്ങൾ, എത്രയോ കലാകാരന്മാർ, എത്രയോ പ്രഗത്ഭരായ വ്യക്തികൾ തങ്ങളുടെ വിജയവും നേട്ടവും കഴിവുകളുമെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് ഏറ്റുപറയുകയും തങ്ങളുടെ ക്രിസ്തീയ വിശ്വാസം, കത്തോലിക്ക വിശ്വാസം ലോകത്തിന് മുമ്പിൽ പരസ്യമായി ഏറ്റുപറയുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് 1 കൊറിന്തോസ് 4:7, ദാനമായി ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുണ്ട്, എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ നീ എന്തിന് അഹങ്കരിക്കുന്നു. അപ്പം നമുക്കൊന്നും അഹങ്കരിക്കാനില്ല, എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ഈ തിരിച്ചറിവിലേക്ക് വരണമെങ്കിൽ നമ്മുടെ കണ്ണുകൾ തുറക്കണം. കണ്ണ് തുറക്കുമ്പോഴേ ദൈവത്തിൻ്റെ ദാനം തിരിച്ചറിയത്തുള്ളൂ. സക്കേവൂസിൻ്റെ കണ്ണ് തുറന്നു ഈശോയുടെ മുമ്പിൽ നിന്ന് കഴിഞ്ഞപ്പോൾ. അപ്പോൾ അദ്ദേഹം തിരിച്ചറിഞ്ഞു, ഈശോയാണ് ഏറ്റവും വലിയ ദാനം, സമ്പത്തല്ല. സമ്പത്തിൻ്റെ നിസ്സാരത അദ്ദേഹം മനസ്സിലാക്കി. സമ്പത്ത് വാരിക്കൂട്ടാൻ, വെട്ടിപ്പിടിക്കാൻ വെപ്രാളം കാട്ടിയിരുന്ന സക്കേവൂസ് സമ്പത്ത് നിസ്സാരമായി കരുതുകയാണ്. അദ്ദേഹം താൻ അന്യായമായിട്ട് പിടിച്ചെടുത്തിട്ടുള്ള വ്യക്തികളൊക്കെ തിരികെ കൊടുക്കുകയാണ്, 4 ഇരട്ടിയായിട്ട്. ദരിദ്രർക്ക് പകുതി കൊടുക്കുകയാണ് സമ്പത്തിൻ്റെ. അപ്പോൾ ക്രിസ്തു എന്ന ദാനത്തെ തിരിച്ചറിയുമ്പോൾ മറ്റെല്ലാം നിസ്സാരമായി സക്കേവൂസിന് തോന്നുകയാണ്. മത്തായിയുടെ സുവിശേഷം 13:16 നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങൾ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ, നിങ്ങൾ കേൾക്കുന്ന ചെവികൾ ഭാഗ്യമുള്ളവ. നമ്മളുടെ കണ്ണുകൾ ഭാഗ്യമുള്ളതായി തീരുന്നത് ദൈവത്തിൻ്റെ പുത്രനെ തിരിച്ചറിയുമ്പോഴാണ്. ഈശോ എന്ന ദാനം നമ്മൾ യഥാർത്ഥത്തിൽ തിരിച്ചറിയുമ്പോഴാണ്. സമറിയാക്കാരി സ്ത്രീയോട് ഈശോ പറഞ്ഞു, നീ ദൈവത്തിൻ്റെ ദാനം എന്തെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് പറഞ്ഞതിൻ്റെ ശരിയായ അർത്ഥം,
ഞാനാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ദാനം, നീ എന്നെ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ, ഞാനാകുന്ന ദാനം നീ സ്വീകരിച്ചിരുന്നെങ്കിൽ നീ വ്യത്യസ്തയാകുമായിരുന്നു എന്നുള്ളതാണ് ഈശോ പറഞ്ഞതിൻ്റെ അർത്ഥം. നമുക്കറിയാം, കർത്താവായ ഈശോ വചനത്തിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാൻ ഇത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ദൈവം ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ ദാനം ഈശോ തന്നെയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 3:16 പറയുന്നുണ്ട്, തന്നിൽ വിശ്വസിക്കുന്ന ഒരുവരും നശിച്ചു പോകാതെ നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് വേണ്ടി തൻ്റെ ഏകജാതനെ പോലും നൽകാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളം, സമ്മാനം കർത്താവായ ഈശോയാണ്. ഈ തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ട ഏറ്റവും വലിയ ദാനബോധം എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ടാണ് 1 തെസ്സലോനിയർ 5:16 പൗലോസ്ലീഹ പറയുന്നത്, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക. എപ്പോഴും സന്തോഷത്തോടെ വ്യാപരിക്കണമെങ്കിൽ നമ്മൾ നിരന്തരം നന്ദി പറയുന്നവരാകണം, ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത്. അദ്ദേഹം തുടർന്ന് പറയുകയാണ്, ഇടപെടാതെ പ്രാർത്ഥിക്കുക, എല്ലാ കാര്യത്തിലും നന്ദി പറയുക. ഇതാണ് ദൈവത്തിന് യേശുക്രിസ്തുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ഹിതം. ദൈവത്തിൻ്റെ പദ്ധതി തന്നെ നമ്മളെ ദൈവത്തിന് നന്ദി പറയുക എന്നുള്ളതാണ്. ഈശോയാകുന്ന ദാനം ഏറ്റുവാങ്ങിക്കൊണ്ട് നാം ജീവിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മൾ ഓർക്കേണ്ട വലിയൊരു കാര്യം, സമയം ഏറ്റവും വലിയ ദാനമാണ്. സമയത്തിലാണ് ദൈവത്തിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും നമ്മൾ തിരിച്ചറിയുന്നതും അവയോട് സഹകരിക്കേണ്ടതും. നമുക്കറിയാം, ചില ആളുകൾ സമയത്തിൻ്റെ വില മനസ്സിലാക്കുന്നില്ല. ഒരുപക്ഷെ ICUയിൽ കിടക്കുമ്പോൾ അല്ലെങ്കിൽ മരണത്തോടടുക്കുമ്പോഴാണ് സമയത്തിൻ്റെ വിലയെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോൾ വളരെ വൈകിയിരിക്കും. നമുക്കറിയാം, ധനവാനായ മനുഷ്യൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെട്ട സമയത്താണ് സമയത്തിൻ്റെ വില തിരിച്ചറിഞ്ഞത്. തനിക്കെല്ലാം നഷ്ടപ്പെട്ടു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന എൻ്റെ സഹോദരന്മാർക്കെങ്കിലും ഈ ദുരവസ്ഥ ഉണ്ടാകാതിരിക്കാനായിട്ട് ലാസറിനെ അയക്കുവാനൊക്കെ അബ്രാഹത്തോട് പറയുന്ന രംഗം നമ്മൾ ലൂക്കായുടെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സമയം കഴിഞ്ഞുപോയി. ഇപ്പോഴാണ് സമയം. അതുകൊണ്ടാണ് യേശയ്യ 55:6 പറയുന്നത്, കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുക, അവിടുന്ന് അരികെ ഉള്ളപ്പോൾ അവിടുത്തെ വിളിക്കുക. ഇപ്പോഴാണ് സ്വീകാര്യമായ സമയം, ഇപ്പോഴാണ് രക്ഷയുടെ സമയം എന്നുള്ള ഒരു വലിയ യാഥാർത്ഥ്യത്തിലേക്ക് നാം കടന്നു വരേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ടുഡേ ഈസ് യുവർ റിയാലിറ്റി, ടുമോറോ ഈസ് ജസ്റ്റ് എ ഡ്രീം. ഇന്നാണ് നിൻ്റെ യാഥാർത്ഥ്യം, ഈ സമയമാണ് നിൻ്റെ യാഥാർത്ഥ്യം. നാളെ എന്ന് പറയുന്നത് അതൊരു സ്വപ്നമാകാം, അതൊരു യാഥാർത്ഥ്യമായെന്ന് വരില്ല. അതുകൊണ്ട് ഇന്നിൻ്റെ പ്രത്യേകത മനസ്സിലാക്കിയിട്ട് ഇന്ന് ആണ് നമ്മുടെ ഏറ്റവും വലിയ സമയം, സ്വീകാര്യമായ സമയം എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. കർത്താവ് എപ്പോഴും ഇടപെടുവാൻ, നമ്മളെ അനുഗ്രഹിക്കാൻ, സ്പർശിക്കാൻ തയ്യാറായിരിക്കുകയാണ്. ഇംഗ്ലീഷിൽ പറയാറുണ്ട്, ഗോഡ് ഈസ് നെവർ ലേറ്റ്, ഹീ ഈസ് നെവർ ഏർലി, ബട്ട് ഹീ ഈസ് ഓൺ ടൈം. കർത്താവ് ഒരിക്കലും വൈകിയില്ല, അവിടുന്ന് ഒരിക്കലും നേരത്തെയും വരികയില്ല, അവിടുന്ന് തക്ക സമയത്ത് വരും. നമ്മുടെ തക്ക സമയം എന്ന് പറയുന്നത് ഈ നിമിഷമാണ്, ഈ മണിക്കൂറാണ്. കാരണം അത് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. ആ സമയം നന്നായിട്ട് വിനിയോഗിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം, നമ്മുടെ വിളി പൂർണ്ണമായിട്ടും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സത്യം നമ്മൾ ഓർക്കേണ്ടതാണ്. അതുകൊണ്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ നന്ദിയോടെ ഓർത്ത് കൃതജ്ഞതയോടെ വ്യാപരിക്കാം. കർത്താവെ, എല്ലാറ്റിനെയും ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. ദിവസം ആരംഭിക്കുമ്പോഴേ നന്ദി പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ജീവിതം തുടങ്ങേണ്ടത്. ഒരു പ്രഭാതം കൂടി, ഒരു ദിവസം കൂടി ദൈവമേ എനിക്ക് നൽകിയല്ലോ, ഈശോ എനിക്ക് രക്ഷകനും നാഥനുമായിട്ട് നൽകിയല്ലോ, ദൈവമേ നന്ദി. അങ്ങനെ നന്ദി പറഞ്ഞ് ജീവിക്കുമ്പോൾ നമ്മൾ കൂടുതൽ വളരുകയാണ്. സാധാരണ ബൈബിളിൽ പറയുന്നൊരു വചനം നമുക്ക് പലപ്പോഴും മനസ്സിലാവില്ല. അവിടെ കർത്താവായ ഈശോ പറഞ്ഞു, ഉള്ളവന് കൊടുക്കപ്പെടും, ഇല്ലാത്തവനിൽ നിന്നുള്ളതുകൂടി എടുക്കപ്പെടുമെന്ന്. അപ്പോൾ ഉള്ളവന് കൂടുതൽ കൊടുക്കപ്പെടുമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അവയോട് സഹകരിക്കുമ്പോൾ കൂടുതൽ കൃപകളും അനുഗ്രഹങ്ങളും ലഭിക്കുകയാണ്. എന്നാൽ നന്ദി പറയാത്തവൻ ഉള്ളതുകൂടി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുമ്പോൾ കൂടുതൽ കൃപകളും അനുഗ്രഹങ്ങളും നമുക്ക് കിട്ടുകയാണെന്ന് ഓർത്തുകൊണ്ട് നിരന്തരം നമുക്ക് നന്ദി പറയാം. ദൈവമേ സ്തുതി, ദൈവമേ നന്ദി എന്ന നിരന്തരം ഹൃദയത്തിൽ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം നിരന്തരമായ
ഒരു സ്തോത്രഗീതമായിട്ട്, ഒരു സ്തോത്രഗാനമായിട്ട് മാറും. അമ്മയെപ്പോലെ നമുക്ക് ഒരു സ്തോത്രഗീതം ആക്കി ജീവിതത്തെ മാറ്റാൻ സാധിക്കും. അപ്പോഴാണ് ജീവിതം ഒരു ആഘോഷമാകുന്നത്. ലൈഫ് ദെൻ ബിക്കംസ് എ സെലിബ്രേഷൻ. പരിശുദ്ധയമ്മ ജീവിതത്തെ ആഘോഷമാക്കി പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും തകർച്ചകളുടെയും അതുപോലെ തന്നെ സഹനങ്ങളുടെയും മധ്യത്തിൽ ജീവിതത്തെ ഒരു ആഘോഷമാക്കി. അങ്ങനെ ജീവിതത്തെ നമുക്കും ആഘോഷമാക്കാൻ സാധിക്കും. പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും മധ്യത്തിൽ ദൈവമേ നന്ദി എന്നുള്ള നന്ദിയുടെ വികാരങ്ങളോടെ ദാനബോധത്തോടെ ദൈവത്തിന് മുമ്പിൽ വർത്തിക്കുമ്പോൾ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയും നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. വിശ്വസ്നേഹത്തിൻ്റെ